ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മുടെ ഫ്രാങ്ക്ലിനെ ദേ ഈ പോലീസുകാരൊക്കെ പിടിച്ചുവിട്ട് നമ്മളെ ആ ഒരു ലെസ്റ്റർ പറഞ്ഞ സീക്രറ്റ് ഹൈഡ് ഔട്ടിലേക്ക് വന്നതാണ്. നമ്മുടെ പോലീസുകാരൻ്റെ അവിടെയാണ് ഹൈഡ് ഔട്ട് ഉള്ളത്. അപ്പോൾ ഈ ഹൈഡ് ഔട്ടിലേക്ക് വന്നതാണ്. നമ്മുടെ വാഷ്റൂമിലുള്ള ക്ലോസറ്റില്ല, അതിൻ്റെ അകത്താണ് അവർ മീറ്റിംഗ് റൂം പോലത്തെ ഒരു ഹൈഡ് ഔട്ടാണ് വെച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തിട്ടുള്ളതെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ വന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിനെ ദേ നമ്മുടെ പോലീസ് പിടിച്ച് ദേ വണ്ടി കയറ്റാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ കേട്ടോ. നമ്മുടെ ഫ്രാങ്ക്ലിനത് പട്ടി വില പോലെ ഇല്ല കേട്ടാ. ഓക്കെ, നമുക്ക് ഈ വഴി ഓടിയാലോ? പറ്റില്ല കേട്ടോ കൈസ്. നമ്മുടെ പോലീസുകാരുടെ നമ്മളത് വെടിവെച്ച് കളയൂട്ടാ. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തായാലും നമ്മളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും, എന്തായാലും ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പെട്ടു കേട്ടോ. നമ്മളെ ടെററിസ്റ്റായിട്ട് നമ്മളെ ജയിലിൽ കൊണ്ടുവിടുമെന്ന് അറിയില്ല. എന്തായാലും ഇപ്പോൾ നമ്മളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ ചാൻസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തൊരു അവസ്ഥയാണ് നോക്കിയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഒരു ഹൈഡ് ഔട്ട് കാണാൻ വേണ്ടി വന്നത് കേട്ടോ. നമ്മുടെ ലെസ്റ്റർ ഒരു ഹാക്കിങ്ങിലൂടെ കണ്ടുപിടിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും പെട്ടു എന്ന് മനസ്സിലായി. അപ്പോൾ എന്തായാലും നല്ലൊരു വക്കീലും കൊണ്ട് വരാൻ നമ്മുടെ ലെസ്റ്ററിനെ മനസ്സിലാക്കി കൊണ്ടുവരാൻ പറയേണ്ടി വരും. പക്ഷെ നമ്മുടെ ഫോണൊക്കെ ഇവരേലായിട്ടിരിക്കണം കേട്ടോ. നമ്മുടെ പോലീസുകാരന്മാരിലാണ് നമ്മുടെ ഫോണൊക്കെ ഇരിക്കണേ. അപ്പോൾ നമുക്ക് എന്താണ് അവസ്ഥ എന്നറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടിയിൽ കയറി നിന്നല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ പോലീസുകാരോട് കൊണ്ടുപോകണമെന്ന് അറിയില്ല. കുറേ നേരം ഓടിക്കുന്നു കേട്ടോ. നമ്മുടെ പോലീസുകാരത്തെ നല്ല പടവടച്ച് പോകുന്നുണ്ട് കേട്ടോ. ഇയാൾ നമ്മളെ പോലെ പണ്ട് കള്ളനാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അയാൾ ഡ്രൈവിങ് കണ്ടിട്ട് അതുപോലെ തോന്നുന്നുണ്ട്. അത്യാവശ്യം നല്ല പടച്ച് പോകുന്നുണ്ട് കേട്ടോ ഈ പോലീസുകാരൻ. അപ്പോൾ നമ്മുടെ ടൊയോട്ടോ, അയ്യോ ഗൈസ്, നമ്മുടെ ടൊയോട്ടോ സൂപ്പർ ഓടിയിട്ടില്ല. അയ്യോ, നമ്മളാ കാര്യം പറഞ്ഞു കേട്ടോ. നമ്മുടെ ടൊയോട്ടോ സൂപ്പർ അറിയില്ല, അടിച്ചു മാറ്റൊന്നും അറിയില്ല കേട്ടോ. കാരണം ഈ ലോസ് ആൻഡോസിൽ തന്നെ രണ്ടെണ്ണം ഉള്ളൂ കേട്ടോ. ഓ ഗായ്സ്, നമ്മുടെ സൂപ്പറയുടെ കാര്യം ഓർത്തില്ല കേട്ടോ. നമ്മൾ പിന്നെ കാര്യം ആലോചിച്ചില്ലല്ലോ. നമ്മുടെ സൂപ്പറേനെ ആരും കട്ടുകൊണ്ട് പോയിട്ടിരുന്നു ഗൈസ്. അല്ലെങ്കിൽ നമ്മുടെ പണിപ്പാളി കേട്ടോ. എന്തായാലും കട്ടുകൊണ്ട് പോയില്ല എന്ന് വിചാരിക്കണ്. അപ്പോൾ നമ്മളാണെങ്കിൽ വേറെ GPS ട്രാക്കൊന്നും വെച്ചിട്ടുണ്ടായില്ല കേട്ടോ. ഓക്കെ ഗൈസ്, ഇവർ കുറേ നേരെ പോകട്ടെ. ഇതുവരെ സ്ഥലം എത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു വേറെ ഒരു സ്ഥലത്തേക്കാണ് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മുടെ പോലീസുകാരൻ്റെ വേറെ വല്ല ഗസ്റ്റ് ഹൗസിലേക്ക് കാണാൻ തോന്നുന്നു. എന്തായാലും സീക്രറ്റ് ആയിട്ടുള്ള ഒരു നമ്മുടെ സ്ഥലത്തല്ലേ നമ്മൾ പോയി കണ്ടുപിടിച്ചത്. അല്ല ഗൈസ്, ഇത് ജയിലാണല്ലോ. ഓനോ ഗൈസ്, നമ്മളിത് ജയിലിൽ കൊണ്ടാക്കിയിട്ട് വരും. ഓക്കെ ഗൈസ്, നമ്മളിത് അങ്ങനെ കുറേ നീണ്ട പേപ്പർ വർക്ക് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ ഒഫീഷ്യലായിട്ട് അങ്ങനെ നമ്മൾ ജയിലിൽ പെട്ടു കിട്ടുക. അപ്പോൾ നമ്മളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടാക്കുമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മളത് ജയിലിൽ കൊണ്ടാക്കി. നമ്മുടെ പോലീസുകാർ പവർ വെച്ചിട്ട് അവരത് നമ്മളെ ജയിലിൽ പൂട്ടിയിട്ട് കിട്ടുക. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കേസ് കൂടി വന്നിട്ടുണ്ട് പോലീസുകാരുടെ വീട്ടിൽ. പിന്നെ അവരും കുറച്ച് കേസുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തായാലും പെട്ടു. നമ്മളും ഒരു ജയിൽ പുള്ളി ആയിട്ട് ഇത് ഇവിടുത്തെ തലവനാന്ന് തോന്നുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാർ വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഫുൾ സെറ്റപ്പാന്ന് തോന്നുന്നുണ്ട് നമ്മുടെ ജയിലിൻ്റെ അകത്തൊക്കെ. നമുക്കെന്തായാലും ബാഗിലൊന്ന് രക്ഷപ്പെടണം കേട്ടോ. നമുക്കിങ്ങനെ ജയിൽ പുള്ളിയിൽ ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ടൊയോട്ടോ സൂപ്പർ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്തായാലും ഇവിടുത്തെ ആൾക്കാരൊക്കെ തന്നെ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് ആരെങ്കിലുമായിട്ട് ഇവിടെ ഒരു കമ്പനി ആവാം കേട്ടോ. ഇയാൾ അത്രയ്ക്ക് നല്ല മൂഡിലില്ല, നമ്മുടെ തെറി പറഞ്ഞു കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ചാടാൻ പറ്റിയ ആൾക്കാർ ഇവിടെ ഇല്ലയെന്ന് തോന്നുന്നു. ഇവിടെ അത്യാവശ്യം ഇവിടെ ജീവിച്ച് മരിക്കാനുള്ള ടീമുകളാണെന്ന് തോന്നുന്നുണ്ട് ഇവിടുത്തെ എക്സസൈസ് ചെയ്യണവർ. എന്നാലും ഗുണ്ടകളായിരിക്കുമല്ലോ, ഫിറ്റ്നസ്സൊക്കെ ലൈഫൊക്കെ സെറ്റാക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇവരിപ്പോൾ രക്ഷപ്പെടാനുള്ള മൂഡിലല്ലാന്ന് തോന്നുന്നുണ്ട് കേസ്. അപ്പോൾ ഇവരെ എന്തായാലും ഇത് കഴിയാറായി ഉണ്ടാവും, അതെനിക്കറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വേറെ ആൾക്കാരെ നോക്കാട്ടെ രക്ഷപ്പെടാൻ പറ്റിയത്. അല്ലെങ്കിൽ നമ്മളിവിടെ പെട്ടുപോകും. നമുക്കിവിടുത്തെ കാര്യങ്ങൾ അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ ഗടിയോടൊക്കെ ചോദിക്കാട്ടോ. ഇവരൊന്നും വലിയ താല്പര്യമില്ല. ഇവരൊക്കെ ഇവിടെ ഇങ്ങനെ നൈസായിട്ട് ജീവിക്കാനുള്ള സ്കീമിലോട്ടോ ഗൈസ് ഇവരിവിടെ നിൽക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും വേറെ ആൾക്കാരോടൊന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു മൈൻഡ് സെറ്റുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ആൾക്കാർക്കൊന്നും രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ ജീവിച്ച് സെറ്റായിട്ട് നടക്കാമെന്നാണ്. നമുക്ക് എന്തായാലും ഇവരോട് ചോദിച്ചേക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇവരോട് ചോദിക്കട്ടെ. അല്ലെ അവിടെ ഒരു പോലീസുകാരനാണ്. നമുക്ക് പോലീസുകാരനെ എന്തായാലും ഓടിപ്പിച്ച് വിടാം. അല്ലെങ്കിൽ അയാൾ ചൊറിഞ്ഞുകൊണ്ട് വരും, അല്ലെങ്കിൽ നമ്മുടെ സീക്രറ്റ് കേൾക്കൂടെ ചിലപ്പോൾ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവരോട് ചോദിക്കാം. ഓക്കെ ഗൈസ്, ഇവരും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഭാഗ്യമുണ്ട്, അവർ ഇന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള സ്കീമിനാണ് നിൽക്കണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു 2-3 ദിവസം കഴിഞ്ഞിട്ട് എസ്കേപ്പ് ആവേണ്ടി വരുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവരെന്തായാലും പറയണത് ഇന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ പറയണത് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഗോൾ അടിച്ചു കേട്ടോ. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പോലീസ് കാർ നമ്മുടെ ഇത് ചുറ്റും ഇതിന് ചെയ്യാൻ വേണ്ടി, എന്തിനു ചെയ്യാൻ വരും, മറ്റേ നമ്മളെ നോക്കാൻ വേണ്ടി, എന്തിട്ട് പ്രശ്നങ്ങളുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മുടെ നമ്മുടെ പ്രിസൺ മൊത്തം ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കയറി രക്ഷപ്പെടാമെന്നാണ് പറയണത്. അതും ടാസ്ക് തന്നെയാണ്. അതിൽ നിന്ന് അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവപര്യന്തം കേട്ടോ. നമ്മൾ പിന്നെ ചത്തു, പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചൊരു വെയിറ്റ് ചെയ്യാമെന്നാണ് ഇവർ പറയണത്. ഓക്കെ, സമയം അത്യാവശ്യം ഈ വൈകിട്ടുണ്ടല്ലോ. സമയം പെട്ടെന്ന് പോകണം കേട്ടോ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. പെട്ടെന്നാണ് ഒക്കെ പോകണേ.
അപ്പോൾ നമുക്ക് എന്തായാലും ആ പോലീസ് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ, നമ്മൾ കാത്തിരിക്കണ വണ്ടിക്ക് വേണ്ടിയിട്ട്. ഓക്കെ കഴിച്ച് നമുക്ക് ആ പോലീസ് പെട്രോളിങ്ങുള്ള പോലീസുകാർ കിട്ടിയിട്ടാ. നമ്മൾ ഒരുത്തരം നേരത്തെ ഇടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നേരം നോക്കിയിട്ടാണ് ഒരു പോലീസുകാരനെ കിട്ടിയത്. വേഗം കയറാം പോടാം. ഓക്കെ നമ്മളിത് അങ്ങനെ ഇവരെ കൊണ്ട് രക്ഷപ്പെടാണ്ട് നമ്മളങ്ങനെ സക്സസ്ഫുള്ളി ഇവിടെ നിന്ന് ഇവരെ ഇടിച്ചിട്ടിട്ട് ഞാൻ എന്തായാലും നല്ല ഡ്രൈവറാണ് ഗൈസ്, പേടിക്കണ്ട. നമ്മുടെ കൂടെ എടുത്ത് പറഞ്ഞ കേട്ടോ, അല്ലെങ്കിൽ അവർ പേടിച്ചു പോയില്ല. അപ്പോൾ ഞാൻ നല്ല ഡ്രൈവറാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം കൂടെ ഒന്ന് രക്ഷപ്പെട്ട് പോകട്ടോ. ഓക്കെ ഇവിടെ പുറത്തേക്ക് പോകണം വഴി കാണില്ലല്ലോ. അയ്യോ പഠിപ്പാളിയെന്ന് തോന്നുന്നുണ്ട് കേട്ടാ, നമ്മൾ പെട്ടു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം നമ്മുടെ കാറുടെ ലക്ഷ്യം ഉണ്ടാ. കാറ് കഴിഞ്ഞിട്ട് നമ്മുടെ ഇത് നോക്കാൻ പോകണം. നമ്മുടെ മെയിൻ കണ്ടൻറ്റ് അതാണല്ലോ, നമ്മുടെ സീക്രട്ട് ബേസ്. അത് കാണാൻ പോകണം കേട്ടോ. അപ്പോൾ സീക്രട്ട് ബേസ് എവിടെയാണെന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് നമ്മുടെ ഇവിടുത്തെ പോലീസുകാർ ഒരു സീക്രട്ട് ആയിട്ടൊരു ടോയ്ലറ്റിൻ്റെ അകത്തൊരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്ക് തന്നെ വേഗം പോവാം. ഓക്കെ ഇവിടെ രക്ഷപ്പെടാൻ വഴിയൊന്നുമില്ല, നമ്മൾ പെട്ടുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അതെ ഇവിടെ വഴി കിട്ടിയിട്ട് നമുക്ക് ഇവിടുത്തെ നമ്മളെ രക്ഷപ്പെടാൻ വേണ്ടി ജസ്റ്റ് മിസ്സിനായിട്ട് രക്ഷപ്പെടണേ. ഓക്കെ ഗൈസ് ജസ്റ്റ് മിസ്സിൽ അടച്ചില്ല കേട്ടോ. ആ വണ്ടി വന്ന കാരണമായിട്ട് തുറന്ന, അല്ലെങ്കിൽ നമ്മൾ പെട്ടാൻ. ഇവർ ഫുൾ ലോക്ക് ചെയ്തില്ല, മറ്റവർക്ക് വണ്ടി വരുന്ന കാരണമാണ് നമ്മൾ വന്നത്. അപ്പം നമുക്ക് എന്തായാലും ഇവരെ ഇത് പോകാൻ കുറച്ച് പാട് പെടും. അപ്പം ഞാൻ എന്തായാലും രക്ഷപ്പെട്ടിട്ടുള്ള ഇതിലേക്ക് വരാട്ടാ. കണ്ട കൈസായി രാത്രിയായിട്ട് ഇവർ നമ്മുടെ പിന്നാലേന്ന് വിടണല്ലോ കേട്ടാ. ഇങ്ങനെ ചേസ് ചെയ്തോണ്ടിരിക്കുക നമ്മൾ കുറേ പ്രാവശ്യം നോക്കാൻ നോക്കി, പക്ഷെ നടക്കണില്ല. ഭാഗ്യം നമ്മളാ വീട് എടുക്കുകയാണെങ്കിൽ ഭയങ്കര ലെങ്തായി പോയേനേട്ടോ. അപ്പോൾ നമ്മുടെ ചേസ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ പ്രിസണേഴ്സ് ബഡി ഒരു ഐഡിയ പറഞ്ഞു, ആ മൗണ്ടൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ അവിടെ വരില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ അതും കയറി കഴിഞ്ഞ് നമ്മളിത് അങ്ങനെ സേഫായിട്ട് തന്നെ അവരെ വിട്ടിട്ട് നമ്മുടെ സൂപ്പറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഓ മൈ സൂപ്ര, വേറെ അറിയും മൈ മാൻ. നമ്മുടെ സൂപ്പർ അവിടെ ഉണ്ട് കേട്ടോ, ആരും കട്ടുകൊണ്ടൊന്നും പോയിട്ടില്ല. അപ്പോൾ നമുക്ക് ഓടിപ്പോയിട്ട് നമ്മുടെ ആ സീക്രട്ട് ബേസിലേക്ക് പോകണം. ഈ പ്രാവശ്യമെങ്കിലും ആരും കാണാണ്ട് പോകണം കേട്ടോ. ഓ ഗൈസ് മലയിൽ ഇപ്പം മണ്ടേന്ന് എടുത്ത് ചത്തേനാട്ടോ. നമ്മൾ ഉരുണ്ട് പോകുന്നുണ്ട്. എന്തായാലും നമ്മളിത് ജസ്റ്റ് മിസ് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം പോകട്ടെ, നമ്മുടെ പോലീസുകാരൊന്നും കാണാണ്ട് പോകണം. ഇനി രാത്രി എന്തായാലും ഇവർക്ക് അങ്ങനെ കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നു, പറയാൻ പറ്റില്ല ഗൈസ്. ക്യാമറയൊക്കെ ഉള്ളതാണ്, നമുക്ക് എന്തായാലും ക്യാമറ ഒക്കെ വെട്ടിച്ച് പോകാം. നമുക്ക് ഏകദേശം ഇപ്പം മനസ്സിലായിട്ടുണ്ട് കേട്ടോ എവിടേക്ക് ക്യാമറ എന്നുള്ളത്. അതായത് നമുക്കിപ്പോൾ കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഈ പാറയുടെ അവിടെ നിന്ന് ഗൈസ് അവിടെ പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട ഗൈസ്, നമുക്ക് പുറലോകം കാണാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് സീനായിട്ട് നിൽക്കണം നമുക്ക് എന്തായാലും. അപ്പോൾ ഇവിടുത്തെ ഏതെങ്കിലുമൊക്കെ ഡോറ് തുറന്നിട്ടുണ്ടാവോ കണ്ടോ. ഓക്കെ ഗൈസ് ഇതിൻ്റെ ഇടയിൽ നമുക്ക് കയറിയിട്ട് അങ്ങനെ ഈ ഡോറ് നമ്മൾ നേരത്തെ കണ്ടില്ല, അല്ലെങ്കിൽ നമ്മളെപ്പോൾ കയറിയാനെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് അത്യാവശ്യം സെറ്റപ്പ് തന്നെയായിട്ട് ഗൈസ്. പോലീസുകാരുടെ വീടല്ലേ, അത്യാവശ്യം സെറ്റപ്പ് തന്നെ കാണും. ഓക്കെ ഗൈസ് പോലീസുകാരവിടെ നിൽക്കണ്ടോ ഓരോരുത്തർ. അപ്പോൾ നമുക്ക് എന്തായാലും അവന് ഇടിച്ചിടാം. നമ്മുടെ കയ്യിൽ തോക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ കയ്യിൽ തോക്കുണ്ടെങ്കിൽ തന്നെ നമുക്ക് അവൻ്റെ വെടി വെച്ചൊന്നും പോകാൻ പറ്റുന്നില്ല. ഇവിടെ നിറച്ച ആൾക്കാർ അറിയൂ കേട്ടോ. അപ്പോൾ നമുക്കൊന്നുകിൽ അവനെ കൈ കൊണ്ട് തന്നെ ഇടിച്ചിടാം. ഓക്കെ ഗൈസ് നമ്മളങ്ങനെ കൈ കൊണ്ട് ഇടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ അടുക്കളൊക്കെ സെറ്റപ്പാണല്ലോ. വാ ഓക്കെ ഗൈസ് നമ്മളിത് നമ്മൾ ഇത് കണ്ടുപിടിക്കാനല്ലോ വന്നേ, നമ്മൾ ഇത് കിച്ചൺ നോക്കാനല്ലല്ലോ. ഓക്കെ ശരിയുണ്ട്. ഓക്കെ ഇത് മാറിപ്പോയിട്ടാണ് നമ്മളിത് കിച്ചണൊക്കെ നോക്കി വന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അടിയിലൊരു പോലീസുകാരുടെ കേട്ടോ. നമുക്ക് നേരത്തെ ഇവനെ ഇടിച്ച പോലെ ഇവരിടിച്ച് ബോധം കെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാന്ന് തോന്നുന്ന റൂം കേട്ടോ. ഓക്കെ ഗൈസ് ഇതാന്ന് തോന്നുന്നു ഇവരുടെ ബെഡ്റൂം. അത്യാവശ്യം സെറ്റപ്പ് തന്നെയാണ് കേട്ടോ ഈ റൂം. ഈ വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല ലക്ഷറി സെറ്റപ്പ് തന്നെയാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. കാലത്തെ മോർണിംഗ് ഒക്കെ സെറ്റായിരിക്കും കേട്ടോ. ഡ്രസ്സ് പറഞ്ഞ സെറ്റപ്പ് ഉണ്ടോ പോലീസുകാരൻ്റെ. അത്യാവശ്യം നല്ല സെറ്റപ്പുള്ള ഡ്രസ്സുകളുണ്ട് കേട്ടോ. അല്ലാതെ നമ്മൾ വീണ്ടും വിഷയത്തിൽ നിന്ന് മാറിയിട്ടാ. ഓക്കെ നമ്മളങ്ങനെ ബാത്റൂമിൽ എത്തിയിട്ടുണ്ട്. ഗൈസ് ഇതാണ് നമ്മളാ പറഞ്ഞത് സീക്രട്ട് ആയിട്ടുള്ള നമ്മുടെ സീക്രട്ട് ബേസ് ആയിട്ടുള്ള സാധനം. സന്തോഷത്തോടെ നമ്മളത് ഫ്രാങ്ക്ലിൻ താഴെ ഉണ്ട്. ഇവിടെ ഒരു ബാട്ടപ്പ് ഉണ്ട് കേട്ടോ. ബാട്ടപ്പ് എന്നാലും എന്തും മൈൻഡ് ആയിരിക്കില്ലേ നമ്മുടെ സീക്രട്ട് ബേസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കണം എന്നുള്ളത്. ഓക്കെ ഗൈസ് ഇതിൻ്റെ അകത്ത് മഴ വീണ്ട കേട്ടോ, ഇൻഡോർ മഴ. അത്യാവശ്യം സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുളിക്കണ സമയത്തൊക്കെ ഇതൊക്കെ സീനറിയൊക്കെ കണ്ട് നല്ല വൈബായിട്ട് ഇരിക്കാം. അപ്പോൾ നമ്മളിത് വീണ്ടും വിഷയത്തിൽ നിന്ന് മാറിയിട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോവാം. എന്നിട്ട് സാധനം നമ്മൾ കാണാം. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പ് ശേഷം നമ്മളങ്ങനെ നമ്മുടെ മീറ്റിങ്ങുള്ള ഇവർ കണ്ടുപിടിച്ച സീക്രട്ട് ബേസ് മീറ്റിങ്ങുള്ള സ്ഥലത്ത് പോകാൻ പോവാണ്.
അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇതിൻ്റെ മേലെ കയറിയിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് എന്താണെന്നുള്ളത് കാണാം കേട്ടോ. അപ്പോൾ റെഡി 1 2 3 സ്റ്റാർട്ട് ഗോ ഗൈസ്. ഓക്കെ ഗൈസ്, ദേ നമ്മളങ്ങനെ സീക്രട്ട് ബേസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതെ ഇവിടെ വരെയാണ് ഏണിയുള്ളത്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ പോലീസുകാരൻ്റെ സീക്രട്ട് ആയിട്ടുള്ള മീറ്റിംഗ് ബേസ്. ഇത് അത്യാവശ്യം പി സിയും കമ്പ്യൂട്ടറൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, ഇത് ചെറിയ സെറ്റപ്പ് ആയിട്ടുണ്ടാ. ഞാൻ വിചാരിച്ച അത്യാവശ്യം നല്ല കിട്ടില്ല സാധനം ഇരിക്കുന്നതാണ്. ഇതിവിടെ പ്രൊജക്ടർ റൂമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം കിടിലൻ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മളത് ഈ സാധനം കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ എന്തിട്ടാണെന്നുള്ളത് നമുക്കിത് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഇത്ര ഉള്ളോട്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മളിതേ വലിയ കാര്യത്തിൽ വന്ന് പോലീസുകാർ പിടിച്ച് ജയിലിൽ പോയി ഇനി ആ കേസ് തള്ളി പോകണമല്ലോ. അപ്പോൾ അത്യാവശ്യം സീനായിട്ടാണ് നമ്മൾ വന്നത്. ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് വന്നേട്ടോ ഗൈസ്. അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.